ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ആൾട്ടോ 800 ആണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ബെൽറ്റിൻ്റെ ഒരു ക്രാക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എ സി ബെൽറ്റിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ക്രാക്കായ പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഓൾറെഡി ക്രാക്കായ, അതായത് എ സി ബെൽറ്റ് കട്ടായിട്ടുണ്ട്. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് സൗണ്ട് കേൾക്കുന്നു, ചില സമയത്ത് സൗണ്ട് കേൾക്കുന്നില്ല. മീൻസ് ഇത് ക്രാക്കായതിൻ്റെയാണ് സൗണ്ട്. അപ്പോൾ ആ എ സി ബെൽറ്റ് എങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. എ സി ബെൽറ്റ് മാറാനായിട്ട് നമുക്ക് ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് അഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എ സി ബെൽറ്റ് ഇതിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. പക്ഷേ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ എ സി ബെൽറ്റും അഴിച്ചാൽ മാത്രമേ ആൾട്ടർനേറ്റർ ബെൽറ്റ് നമുക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എ സി ബെൽറ്റ് മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ എ സി ബെൽറ്റ് മാറാനായിട്ട് നമുക്ക് എ സി ഐഡലർ പുള്ളിയുടെ, അതായത് ഈ കാണുന്ന പുള്ളിയുടെ ഈ ഭാഗത്ത് ഒരു 14-ൻ്റെ ബോൾട്ടുണ്ട്. ഈ കാണുന്ന ബോൾട്ട് ലൂസ് ചെയ്യണം. ഈ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് ലൂസാവും, ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഈ 14-ൻ്റെ ടെൻഷൻ പുള്ളിയുടെ ബോൾട്ട് ലൂസ് ചെയ്യുക. ഒരു 2 ത്രെഡ് ലൂസ് ചെയ്ത് വെക്കുക. 2 ത്രെഡ് ലൂസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ലൂസ് ചെയ്തിട്ട് വേണം ബെൽറ്റ് ലൂസ് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, ബോൾട്ടും 14-ൻ്റെ സൈസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് റാച്ചറ്റോ കോമ്പി ഉപയോഗിച്ചിട്ട് ഇത് അഴിച്ചെടുക്കാം. ബോക്സ് ഉപയോഗിച്ച് അഴിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇത് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ അഴിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. ഇത് നമുക്ക് ബോക്സും യൂണിവേഴ്സലും എക്സ്റ്റൻഷനും വെച്ചിട്ട് നമുക്ക് ലൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. തരത്തിൽ 14-ൻ്റെ ബോക്സും റാച്ചറ്റ് ഉപയോഗിച്ചായിട്ട് സിമ്പിളായിട്ട് ലൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു 2 ത്രെഡ് ലൂസ് ചെയ്ത് വെക്കുക. ഒരു 1.5 ത്രെഡ് 2 ത്രെഡിൻ്റെ ആവശ്യം വരുള്ളൂ. നമ്മളിപ്പോൾ ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 14-ൻ്റെ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച്, ബോക്സ് എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ട് ഇത് ലൂസ് ചെയ്യാം. ൻ്റെ ബോക്സ് അതുപോലെ തന്നെ യൂണിവേഴ്സിലും ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൈ കൊണ്ട് തന്നെ ലൂസ് ചെയ്യുന്ന ഒരു ടൈറ്റ് മാത്രമേ അതിൽ കാണുള്ളൂ. ഇപ്പോൾ ബെൽറ്റ് ലൂസായിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ലൂസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബെൽറ്റ് ലൂസായി, നമുക്ക് ബെൽറ്റ് പുറത്തെടുക്കാം. ഇപ്പോൾ ബെൽറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്, വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ബെൽറ്റിൻ്റെ ക്രാക്ക് നമ്മൾ നേരത്തെ കണ്ടത്. കാരണം ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് വിടർന്ന് ഇരിക്കാത്തത്. ഫുള്ളായിട്ട് ഈ ഒരു ഭാഗം ക്രാക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ ആൾട്ടർനേറ്റർ ബെൽറ്റ് കുടുങ്ങും. ആൾട്ടർനേറ്റർ ബെൽറ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ ആൾട്ടർനേറ്റർ ബെൽറ്റും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടി ഓവർ ഹീറ്റ് ആവും, വാട്ടർ പമ്പ് വർക്ക് ചെയ്യില്ല, ആൾട്ടർനേറ്റർ ബാറ്ററി ചാർജ് ആവില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബെൽറ്റിന് ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തന്നെ കറക്റ്റായിട്ട് തന്നെ മാറി വിടുക. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ നമ്പർ വരുന്നത് 3PK750 ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത്. ആൾട്ടോ ആയിട്ട് വ്യത്യാസമുണ്ട്. ആൾട്ടോ 800 എ സി ബെൽറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. വാഗണറുമായിട്ടുമൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ആൾട്ടോ 800-ൻ്റെ എ സി ബെൽറ്റ് വരുന്നത്. അപ്പോൾ 3PK750 ആണ് ഇതിൻ്റെ ബെൽറ്റ് നമ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് മാറ്റിവിടാം. 3PK750 ബെൽറ്റ് പുതിയത് വാങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇനി ഫിറ്റ് ചെയ്യാം. അപ്പോൾ ബെൽറ്റ് കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യാൻ അതേപോലെ തന്നെ ബോക്സ് ഉപയോഗിച്ച് തന്നെ യൂണിവേഴ്സലും വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബെൽറ്റ് ഒരിക്കലും ഓവർ ടൈറ്റ് ചെയ്യരുത്. നമ്മളിപ്പോൾ ബെൽറ്റ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ബെൽറ്റ് എപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലേ എപ്പോഴും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ബെൽറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഐഡിൽ ബെയറിംഗ് ഒക്കെ ലോഡ് കൂടുതലായിട്ട് വന്നിട്ട് ഐഡിൽ ബെയറിംഗ് പോകാനും ഉള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബെൽറ്റ് എപ്പോഴും ഈ ഒരു പ്ലേ എപ്പോഴും ബെൽറ്റിന് ഇട്ടേക്കണം.
അപ്പോൾ ഒരു ശകലം കൂട്ടി പ്ലേ ഇട്ടേക്കണം. കാരണം നമ്മൾ ഈ ഐഡലറിൻ്റെ ഈ 14ൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് കുറച്ചുകൂടി ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ശകലം പ്ലേ കൂട്ടിയിട്ടാൽ മാത്രമേ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് പ്ലേയിൽ വന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ 14ൻ്റെ ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്യും. അതുപോലെ ഈ 14ൻ്റെ ബോൾട്ട് നമ്മൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിക്കാൻ പോകുമ്പോൾ ഈ ബോൾട്ട് സ്ലിപ്പാകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടൈറ്റ് ചെയ്യാം. 14ൻ്റെ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം എ സിയുടെ ബെൽറ്റിൻ്റെ പ്ലേ ഒന്നുകൂടി നോക്കുക. കാരണം ഓവറായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഓവർ ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു പ്ലേ എപ്പോഴും ബെൽറ്റിന് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൽറ്റ് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എ സി ഇട്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഓൺ ആക്കിയിട്ടുണ്ട്. കംപ്രസർ പിടിച്ചേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൈപ്പ് നല്ല രീതിയിലുള്ള കൂള് ഉണ്ട്. ഈ ലോ പ്രഷറിന് നല്ല കൂള്, അതായത് നമ്മൾ ലോ പ്രഷർ പൈപ്പിൽ നല്ലത് പിടിക്കുമ്പോൾ നല്ല കൂള് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല തണുപ്പുണ്ട്, അതുപോലെ വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എ സി നല്ല ഗ്യാസ് ഓക്കെയാണ്. അതുപോലെ തന്നെ എ സിക്ക് നല്ല രീതിയിലുള്ള കൂള് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പൈപ്പിൽ, ലോ പ്രഷർ പൈപ്പിൽ നമ്മൾ കൈ പിടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള കൂൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഗ്യാസ് പക്കയാണ്, ഗ്യാസ് കറക്റ്റാണ്. അതുപോലെ തന്നെ കൂളും നല്ല രീതിയിൽ ആവുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പൈപ്പിൽ കുറവാണ്, നമ്മൾ പിടിക്കുന്ന സമയത്ത് എ സി ഓണാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ പിടിക്കുന്ന സമയത്ത് തണുപ്പ് തീരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഗ്യാസ് കുറവാനായിരിക്കും ഏറ്റവും കൂടുതലുള്ള ചാൻസ് വരുന്നത്. അതുപോലെയാണ് ഈ പൈപ്പിലൊക്കെ നമ്മൾ നോക്കിയാൽ ഈ വെള്ളം പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. മീൻസ് ഇത് കറക്റ്റ് ഗ്യാസിലാണ് കിടക്കുന്നത്. ഗ്യാസിന് കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ കംപ്രസർ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എ സി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഓണാക്കിയിട്ടേക്കാണ്. വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് മാത്രമേ സൗണ്ട് കേൾക്കുന്നുള്ളായിരുന്നു. കാരണം അത്രയും ബെൽറ്റ് പൊട്ടിയിട്ട് ഇടയ്ക്ക് മാത്രമേ സൗണ്ട് കേൾക്കുന്നുള്ളായിരുന്നു. ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് മാരുതി സുസുക്കി ആൾട്ടോ 800 എ സി ബെൽറ്റ് എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അതുപോലെ അതിൻ്റെ പാർട്ട് നമ്പർ 3PK 750 ആണ് അതിൻ്റെ ബെൽറ്റിൻ്റെ നമ്പർ വരുന്നത്. Okay, thank you for watching.